വരുന്നുണ്ട്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. ഇതിലേതെങ്കിലും ടെർമിനൽസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ സാധിക്കുമോ? നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ പോസിറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ, നമ്മുടെ വാഹനത്തിൻ്റെ 2 ടെർമിനൽസ് വരുന്നുണ്ട്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. ഇതിലേതെങ്കിലും ടെർമിനൽസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് @ദീപ 9060 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹലോ എം ജി, എൻ്റെ വാഗണാർ VXi 2016 മോഡലാണ്. അതിൻ്റെ ബാറ്ററി ക്ലിപ്പ് പോസിറ്റീവ് പൊട്ടിയിരിക്കുന്നു. അത് നമുക്ക് തന്നെ മാറ്റാൻ പറ്റുമോ, അതോ ഷോറൂമിൽ കൊണ്ടുപോയാണോ? ഏതാണ് നല്ലത്? ക്ലിപ്പ് നല്ലത് ഏതാണ്? ഒന്ന് പറയാമോ, അല്ലെങ്കിൽ വീഡിയോ ചെയ്യാമോ പ്ലീസ്? ഷുവറായിട്ടും നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ മാറാൻ പറ്റുന്നൊരു കാര്യം. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഞാൻ ഒന്ന് സിമ്പിളായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ ഒരു പോർഷൻ കൊണ്ടായിരിക്കും മിക്കവാറും എല്ലാവർക്കും ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ സൈഡിലത്തെ ബ്രേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലും ഇതിൽ ക്ലാവ് പറ്റിയിട്ടാണ്. അതായത് ക്ലാവ് പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാറ്ററിയുടെ വാട്ടറോ വല്ലതൊക്കെ നമ്മൾ ഒഴിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ എടുത്ത് ഈ ക്യാപ്പൊക്കെ തുറന്ന് വെച്ച് ഇതിലോട്ട് ഒഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വല്ല രീതിക്ക് ഇവിടെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ബാറ്ററിയുടെ വാട്ടർ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പതുക്കെ ക്ലാവ് പിടിക്കും. അങ്ങനെ ക്ലാവ് പിടിച്ചിട്ടാണ് ഇത് പൊട്ടാനുള്ള ചാൻസ് വരുന്നത്. അന്നേരം ഇത്രയും പോർഷൻ, അതായത് താഴോട്ടുള്ള ഈ ഫ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ തന്നെ ആസിറ്റീസ് ഇരിക്കട്ടെ, ഈ ഒരു പോർഷൻ മാത്രം, അതായത് ഈ ഒരു ക്ലാമ്പ് ഇതിൻ്റെ താഴെ ബോൾട്ട് ചെയ്യുന്ന ടൈപ്പ്, ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് മേടിക്കാൻ കിട്ടും. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലക്ട്രിക്കൽ കടകളിലൊക്കെ, ഓട്ടോ ഇലക്ട്രിക്കൽ പാർട്സൊക്കെ വിൽക്കുന്ന കടയിൽ തന്നെ നമുക്കിതെല്ലാം അവൈലബിൾ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മേടിക്കാൻ സാധിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് സ്വന്തമായിട്ട് ഈ 10 വഴിക്കായി 12 വഴിക്കുക ഇത് അഴിച്ചതിന് ശേഷം നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന ഒരാൾ വേണം ഇത് ചെയ്യാൻ. അതായത് സ്വന്തമായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ കൊണ്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം റിസ്ക് എടുക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല, പ്രത്യേകിച്ച് ഈ ബാറ്ററിയുടെയൊക്കെ കാര്യത്തിൽ. കാരണം നമ്മളിത് അഴിച്ച് ഏതെങ്കിലും രീതിക്ക് ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ ശ്രമിക്കുക. ഷോർട്ട് സർക്യൂട്ട് ഒന്നും വരാനുള്ളൊരു കേസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ തന്നെ ഇല്ല. പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പേടിപ്പിച്ചതുമല്ല. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിരിക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഈ ഒരു ബോൾട്ട് അഴിച്ച് ദൂരി എടുക്കുക. ഈ ഒരു ബോൾട്ടും കൂടെ അഴിച്ചിട്ട്, ഈ ഒരു നട്ട് അഴിച്ചിട്ട് നമ്മൾ ദൂരി എടുക്കുക. ഈ ഒരു നട്ടും അഴിച്ച് ദൂരി എടുത്തതിന് ശേഷം ഇത്രയും പോർഷൻ മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. ഇനി അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതും കൂടെ അഴിച്ചുകൊണ്ട് പോവുക. ഇതും കൂടെ അഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് കാണിച്ചിട്ട് ഈ സെയിം ടൈപ്പ് ക്ലിപ്പ് തരാൻ വേണ്ടി പറയാം. നിങ്ങൾക്ക് അത് മാറാൻ വേണ്ടി സുഖമായിട്ട് പറഞ്ഞ രീതിക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഇന്നോവേറ്റീവായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വാഹനത്തെക്കുറിച്ച് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു വാഹനം സർവീസിന് കൊടുക്കുന്ന സമയത്ത് ഇന്ന സാധനം പോയെന്ന് പറയുമ്പോഴത്തേക്കും ആണോ എന്നാൽ മാറിയല്ലേ എന്ന് പറയുന്നതിന് കഴിഞ്ഞാൽ അത് പോയല്ലേ, ഓക്കെ മാറിക്കോ, അത് മാറിയില്ലെങ്കിൽ ഇന്ന കുഴപ്പങ്ങൾ വരും. ഇതൊക്കെ ശരിക്കും നിങ്ങളും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് ആസ് എ കസ്റ്റമറും കുറേ കാര്യങ്ങൾ വാഹനത്തെക്കുറിച്ച് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം.